പ്രേംകുമാർ സീരിയലുകളെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നു. ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള അത്രയും ആളുകളുടെ ജോലി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം സീരിയൽ ഇൻഡസ്ട്രി മൊത്തം അഴുക്കാണെന്നോ, എല്ലാ സീരിയലുകളും അഴുക്കാണെന്നോ, എല്ലാം നിർത്തണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ പ്രസ്താവന നടത്തിയതിൽ ജസ്റ്റ് ഒരു വാക്ക് ഉൾപ്പെടുത്തി, ഇതൊരു എൻഡോസൾഫാൻ ആണ് എന്നുള്ള വാക്ക് ഉൾപ്പെടുത്തി. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻഡോസൾഫാൻ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം അഡിക്ഷൻ ആണ്. ഈ വൈകുന്നേരം ഒരു 5 മണി 6 മണി എനിക്കറിയില്ല എത്ര മണിക്കാണ് ഇത് തുടങ്ങുന്നതെന്ന്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഓരോ സീരിയലിന്റെ സമയമാകുമ്പോഴത്തേക്കും അതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ കള്ളുകുടിയന്മാർക്ക് കള്ള് ചെന്നില്ലെങ്കിൽ ഒരു തരം വിറയലുണ്ടാവുമല്ലോ ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ഇതാണ് അത് വെക്കാനുള്ള വെമ്പൽ. മറ്റെല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചിട്ട് ആ സമയത്ത് അത് വെക്കണം, കാണണം എന്നുള്ള ആ ഒരു വെമ്പലുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരുതരം അഡിക്ഷൻ ആണ്. അപ്പോൾ ആ പുള്ളി അത് പറഞ്ഞതിൽ തെറ്റില്ല. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ പ്രോസസ് ഒന്നും അല്ല. ഇത് 4-5 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഒന്നോടുകൂടി തീരുന്നതും അല്ല. കാരണം ഒന്ന് തീരുമ്പോൾ അടുത്തത് തുടങ്ങുന്നു, അല്ലെ മറ്റ് പല സമയങ്ങളിലും മറ്റ് പലതും ഉണ്ട്. അപ്പം ഇതൊരു 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ തീരുന്ന തരത്തിലുള്ള ഒരു പ്രവണതയല്ല. അപ്പോ ഒരുപാട് കാര്യങ്ങൾക്ക് അത് എഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി അത് ഉദ്ദേശിച്ചത്. ഈ സീരിയലുകൾ തുടങ്ങുന്ന സമയം തൊട്ട് തീരുന്നത് വരെ, മേ ബി 10 മണിക്കായിരിക്കും തീരുന്നത്, ആ സമയം വരെ ഒരൊറ്റ സീരിയൽ പോലും വിടാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഈവനിങ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മളുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ടുള്ള ആൾക്കാരെല്ലാം തിരിച്ചു വരുന്ന സമയം, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയവർ തിരിച്ചു വരുന്ന സമയം, എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാവുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ആരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഫുൾ ടൈം ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഈ സീരിയലിൽ ഓൾമോസ്റ്റ് എല്ലാ സീരിയലിലും കഥകൾ സെയിം ആണ്. തിരിച്ചും മറിച്ചും വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അമ്മായിമ്മ മരുമകൾ പോര്, ഒന്നെങ്കിൽ മരുമകൾ അമ്മായിമ്മ പോര് ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ച്, പിന്നെ കുടുംബ വഴക്ക്, പിന്നെ അവിഹിതം, പിന്നെ അച്ഛന് മോളെ അറിയത്തില്ല, മോക്ക് അച്ഛനെ അറിയത്തില്ല, അല്ലെ അമ്മയെ അറിയത്തില്ല, അല്ലെങ്കിൽ തിരിച്ച്, ഇങ്ങനത്തെ രീതിയിലുള്ള, പിന്നെ ഭാര്യയും ഭർത്താവും എന്താ പറയുന്നത്, കല്യാണം കഴിഞ്ഞാലും ഒന്നെങ്കിൽ താഴെ ആയിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ മേളിലായിരിക്കും, അല്ലെങ്കിൽ വേറെ മുറിയിലായിരിക്കും. ഇവർ തമ്മിൽ 2, 3, 4 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള കഥകൾ മാത്രമാണ്. ഈ സ്റ്റോറീസ് എല്ലാം തിരിച്ചും മറിച്ചും ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ സീരിയൽസിലും വരുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ളത് മൊത്തം ആണുങ്ങൾ മൊത്തം ഒന്നെങ്കിൽ മണ്ണുണ്ണി ഭർത്താവ്, അല്ലെങ്കിൽ മണ്ണുണ്ണി അച്ഛൻ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇവരുടെ വക്രതകൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു എന്താ പറയുന്നത്, വക്രമായ ഒരു മനുഷ്യൻ. അങ്ങനത്തെ രീതിയിലാണ് കൂടുതലും ആണുങ്ങളെ ഇതിനകത്ത് പോർട്രേ ചെയ്യുന്നതും. പെണ്ണുങ്ങളെല്ലാം ഭയങ്കര എന്താ പറയുന്നത്, മറ്റുള്ളവർക്ക് ഇട്ട് പണി കൊടുക്കുന്ന, അല്ലെങ്കിൽ സഹിക്കുന്ന, ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ്. ഇങ്ങനത്തെ കഥകൾ മൊത്തം കുത്തിയിരുന്ന് കാണുക. എന്നിട്ട് ഈ പ്രായമുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് വരെ റിയൽ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇതിനകത്തേക്ക് അഡിക്റ്റ് ആയി, നമ്മളത് അവരെ അങ്ങനെ അല്ലാന്ന് പറഞ്ഞ പോലും വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ വീട്ടിലൊക്കെ ഇരുന്ന് ഗ്രാൻഡ് പാരന്റ്സ് ആയത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാൻ പോലും പറ്റില്ല മക്കൾക്ക് അത് നിർത്തൂ അല്ലെങ്കിൽ കാണണ്ടെന്നൊക്കെ. അത് പിന്നെ വേറെ ഇഷ്യൂ ആവും. ചിലപ്പോൾ മക്കളും കൂടെ അതിനകത്ത് അഡിക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവരെല്ലാവരോടും ഒന്നിച്ചിരുന്ന് കാണും, പിള്ളേരോട് പറയും പോയിരുന്ന് പടിയെന്ന്. പിള്ളേരും ഇത് കേൾക്കുമ്പോൾ അവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തിരുന്ന് ഇത് കേട്ടോണ്ടിരിക്കും, അല്ലെ അപ്പുറത്തിരുന്ന് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അവരെങ്ങനെ പഠിക്കാനാണ്? അവർ പഠിക്കുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കും. പിള്ളേരുടെ പഠിത്തവും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഈ സീരിയൽ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡും അല്ലെങ്കിൽ മക്കളും ഒക്കെ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സീരിയൽ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വീടുകളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുന്നില്ല, അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈവൻ ആണുങ്ങൾ തന്നെ ഇതിന് അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലും വീട്ടുകാർക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കുക, വീട്ടുകാരുടെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതിൽ ശ്രദ്ധ ഇല്ലാതിരിക്കുക, അങ്ങനത്തെ പേരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വെറുതെ എന്താ പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഇന്നത് ഉദ്ദേശിച്ചിട്ടാണ്, ആ സീരിയലിൽ ഇങ്ങനെയായിരുന്നു, അത് ഇന്നത് തന്നെ ഉദ്ദേശിച്ചിട്ടാന്ന് പറഞ്ഞാൽ അതേ കയറി പിടിച്ച് തൂങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെയാണ്. ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സ് തൊട്ട് ഒരു 8-9 വയസ്സ് വരെയുള്ള പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും കൂടെയൊക്കെ ആയിരിക്കും കൂടുതലും സമയം ചെലവഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ മുത്തശ്ശനോ ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കും ഇത് കാണുക തന്നെ നിവൃത്തിയുള്ളൂ. അപ്പൊ അവരിത് കണ്ട് അവരും ഇതിനകത്ത് അഡിക്റ്റ് ആയിട്ട് അവര് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതുപോലത്തെ കുടുംബ വഴക്ക്, അവിഹിതം, പണി കൊടുക്കൽ, പാലിനകത്ത് വിഷം കലക്കി കൊടുക്കുന്നു, ഇങ്ങനത്തെ കുറെ
കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇവരുടെ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന സമയമാണ്, ഇത് ഇവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കുഞ്ഞുങ്ങൾ കാണുന്നത്. അപ്പൊ ഇവര് മനസ്സിലാക്കുന്ന ഒരു കുടുംബ ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്മായിയമ്മ, അച്ഛൻ, മരുമകൾ, ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ അർത്ഥങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നതാണെന്നാണ് ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. പിന്നെ ഒരാൾ പണി തന്നാൽ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എങ്ങനെ പണി കൊടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ ഈ പഠിക്കുന്നത്. അപ്പൊ അത് ഈ അവരുടെ ഈ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈ സമയത്ത് അവർ കണ്ടിന്യൂസ് കാണാൻ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടാവില്ല. പക്ഷെ അവർക്ക് വേറെ ചോയ്സ് ഇല്ല. ഇപ്പൊ ഇവരിരുന്ന് കാണുന്നു, അപ്പൊ അവരും കണ്ടു കണ്ട് കണ്ട് പിന്നെ അങ്ങ് അഡിക്റ്റ് ആയി പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ അത് വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. എസ്പെഷ്യലി പേരൻസ് ഒക്കെ വെളിയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും വളർത്തുന്നത്. അപ്പൊ ഇത് തന്നെ ആയിരിക്കും മിക്കപ്പോഴും മിക്കയിടത്തും നടക്കുന്നത്. പിന്നെ ചില കേസിലാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇതിൽ ഒട്ടും താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ പേരൻസിനെയോ ഗ്രാൻഡ് പേരൻസിനെയോ ട്രബിൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൺ എടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അവരെ മാറ്റി അവിടോട്ട് ഇരുത്തും. അതും പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾ ഫോണിന് അഡിക്റ്റ് ആയി പോകും. പിന്നെ ഫുൾ ടൈം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അതിനകത്ത് അവരെന്താ കാണുന്നത്, അപ്പോഴും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഈ ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് കാണുന്നത് നല്ലതല്ല, അവരുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും ഇത് കുഞ്ഞുങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. എത്രയോ സീരിയൽസ് ഉണ്ടായിരുന്നു, 15 എപ്പിസോഡ്, 20 എപ്പിസോഡ്, അങ്ങനെയൊക്കെ മുമ്പുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവിചാരിതം എന്ന് പറഞ്ഞൊരു സീരിയൽ, ശ്രീവിദ്യ ചേച്ചി അഭിനയിച്ചത്. അതുപോലെ മധുമോഹൻ സാറിന്റെ, അങ്ങനെ കുറെ സീരിയൽസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനകത്തും കഥ ഭയങ്കര നല്ലതായിരുന്നു, അല്ലെ പോസിറ്റീവ് ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പോസിറ്റീവ് കഥകൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നും ഇല്ല. പോസിറ്റീവ്സും ആകാം, നെഗറ്റീവ്സും ആകാം. ബട്ട് ചോയ്സ് വേണം ആൾക്കാർക്ക്. ഒന്ന് തെരഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഉള്ളത് മൊത്തം ഇതുപോലത്തെ കഥകളാണ്. പിന്നെ അപ്പൊ ചോദിക്കും സിനിമയിൽ പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സിനിമയിലും ഇതുപോലത്തെ കഥകൾ വരുന്നുണ്ട്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 hours ഉള്ളൂ. ആ 2 hours കണ്ടു കഴിഞ്ഞാൽ അത് തലേ കയറ്റി അതിന്റെ ഇതിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളാണ്. വർഷങ്ങൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും സിനിമ കണ്ടാൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലും നല്ലതും വേണം. നിങ്ങൾക്ക് ഇച്ചിരി ഇങ്ങനത്തെ രീതിയിലത്തെ കഥകളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ലതെന്നെങ്കിലും വേണം. എന്നാലല്ലേ ആൾക്കാർക്ക് ഒരു ചോയ്സ് ഉണ്ടാവുള്ളൂ. വീട്ടിൽ ചുമ്മാതിരിക്കുന്ന അപ്പച്ചന്മാരോ അമ്മച്ചിമാരുടെ അടുത്തും ഒക്കെ TV കാണരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കൊന്നും ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളോ കോമഡി ഷോസോ ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ലതും കൂടെ കൊടുക്കാൻ തയ്യാറാവണം. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അയാളെ ക്രിട്ടിസൈസ് ചെയ്ത് അയാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ക്രിട്ടിസൈസ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധത പാടില്ല എന്ന് ഒരിക്കലും ഇല്ല. അയാൾ കലാകാരനാണ്, അപ്പൊ ആ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാവൂ, ആ ഇൻഡസ്ട്രിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കാവൂ എന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കമന്റ് അദ്ദേഹം ചെയ്തത്. അപ്പൊ സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്രിറ്റിസിസം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒന്ന് മാറി ചിന്തിച്ച് ആ പതിവ് പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ മേ ബി പുതിയ ജനറേഷന് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എത്രയോ യൂട്യൂബേഴ്സ് പല രീതിയിലുള്ള കണ്ടന്റ്സ്, എന്ത് രസമായിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടാക്കി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർ മൊത്തം പണി നിർത്തി പോണം എന്നല്ല, നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് മാറ്റി ചിന്തിച്ച് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് കൊണ്ടുവന്ന് കുറച്ച് നല്ല മാറ്റങ്ങൾ ഈ തലമുറയ്ക്കും ഈ ഒരു സൊസൈറ്റിക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എന്റെ പേര് ജൂബി സാം.